ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സുഹൃത്തുക്കളുമായി ഒരു അടിച്ചുപൊളി യാത്ര തുടങ്ങുകയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ അതിശയകരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരുവണ്ണാമൂഴി അണക്കെട്ടവും പെരുവണ്ണാമൂഴി ജലസംഭരണിയും പിന്നെ മറ്റനേകം കാഴ്ചകളുമായാണ് ഇന്നത്തെ യാത്ര. രാവിലെ 8 മണിക്ക് കൂത്തുപറമ്പിൽ നിന്ന് നമ്മുടെ ട്രാവലർ സ്റ്റാർട്ടായി. സന്തോഷ് കുമാർ എന്നയാളാണ് ഡ്രൈവർ. ഇപ്പോൾ ഈ ഡിസംബർ മാസം ഭയങ്കര തണുപ്പാണല്ലോ. ഞാനും സ്വെറ്ററും തൊപ്പിയൊക്കെ ഇട്ടാണ് ഈ യാത്ര തുടങ്ങിയത്. അത്രയും തണുപ്പ് അനുഭവപ്പെട്ടു. പെരുവണ്ണാമൂഴി മാത്രമല്ല, കരിയത്തമ്പാറ, ജാനകിക്കാട്, പിന്നെ തോണിക്കടവ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കാണാൻ പോകുന്നുണ്ട്. പെരുവണ്ണാമൂഴിയിൽ ഞാൻ നേരത്തെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഓരോ പ്രാവശ്യവും കഴിയുന്തോറും ഈ വിനോദസഞ്ചാര കേന്ദ്രം പുതുമയുള്ളതായി തോന്നും. വയനാട് ജില്ലയോടും വനമേഖലയോടും ചേർന്ന് നിൽക്കുന്ന പച്ചപ്പാർന്ന കിഴക്കൻ മലനിരകളുടെ മടിത്തട്ടാണ് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഗ്രാമമായ പെരുവണ്ണാമൂഴിയുടെ ആകർഷണമാണ് പെരുവണ്ണാമൂഴി അണക്കെട്ട്. ഇത് കക്കയം വരെ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്ക് സമീപം ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പെരുവണ്ണാമൂഴിയിൽ കുറ്റ്യാടിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് പെരുവണ്ണാമൂഴി അണക്കെട്ട്. ഔദ്യോഗിക നാമം കുറ്റ്യാടി ഡാം. കോഴിക്കോട് നഗരത്തിൽ നിന്നും 55 കിലോമീറ്റർ അകലെയാണ് ഇത്. പ്രാഥമികമായും കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട് പഞ്ചായത്തുകളിൽ ആയാണ് ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണി ഉള്ളത്. ഇവിടെ സ്പീഡ് ബോട്ട്, തുഴ ബോട്ട്, മറ്റ് ബോട്ട് സൗകര്യങ്ങളും ഉണ്ട്. പ്രധാന വിനോദസഞ്ചാര പ്രദേശം കൂടിയാണ് ഇത്. യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. കുന്നും മലയും കാടും മേടും കടലും കായലും ഒക്കെയായി പ്രകൃതി ഭംഗിയിൽ നമ്പർ 1 ഈ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ എത്തി. പെരുവണ്ണാമൂഴി ഡാമിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. സീനിയേഴ്സിന് കുറച്ച് പൈസയിൽ ഇളവുണ്ട്. അങ്ങനെ നമ്മുടെ ട്രാവലർ അവിടെ പാർക്ക് ചെയ്ത് ഇതിൻ്റെ മുമ്പിലുള്ള അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിന് ഉള്ളിൽ കടന്നു. ഗാർഡൻ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. പലതരം ഭംഗിയുള്ള ചെടികളും പൂക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഗാർഡൻ. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഓടി ഓടി മുമ്പോട്ടേക്ക് പോയി. സൈഡിൽ ജോലിക്കാർ ചട്ടിയൊക്കെ വൃത്തിയാക്കി പുതിയ പുതിയ ചെടികളൊക്കെ നടുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. മനോഹരമായ വാക്ക് വേ ഉണ്ട് ആളുകൾക്കൊക്കെ പോകാൻ. അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മളിങ്ങനെ മറന്നു പോകും. എന്ത് മനോഹരമായ സ്ഥലം. ഒരു സൈഡിൽ നിറയെ മഴക്കാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ കാണുന്നതാണ് അണക്കെട്ട്. ഇപ്പോൾ എന്തോ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ഒരു വലിയ പാലം കാണാം. ആ പാലത്തിന് മുകളിലൂടെ നടന്നു വേണം അപ്പുറത്ത് എത്താൻ. അങ്ങനെ കൂട്ടുകാരൊക്കെ മുമ്പോട്ട് നടന്ന്
അവർക്ക് ജസ്റ്റ് ഇതൊക്കെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാൽ മതി. അവർ കൂട്ടം കൂടി ഇങ്ങനെ സുഹൃത്തുക്കളുമായി ഇങ്ങനെ നടക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഞാനും ഒരു തൊപ്പിയൊക്കെ ആയാണ് രാവിലെ ഇറങ്ങിയത്. ഇതാണ് പാലം. സൈഡിലായി വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. ഒരു ഭാഗത്തൂടെ എനിക്ക് തോന്നുന്നു ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഈ ഡാം തുറക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ വെള്ളം പോവുകയുള്ളൂ. ഒരു ഭാഗത്ത് മനോഹരമായ ജലസംഭരണി, മറ്റേ ഭാഗത്തു കൂടി വേണം വെള്ളം തുറന്നു വിടാൻ. അപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും മുമ്പോട്ട് നടന്നു. എന്ത് മനോഹരമായ സ്ഥലം! ഇതാ ഈ ഭാഗത്തൂടെയാണ് വെള്ളം പല സ്ഥലത്തേക്കും എത്തുന്നത്. ഇത് ജലസംഭരണിയാണ്. നിശബ്ദമായി ശാന്തമായി ഇങ്ങനെ എന്തൊരു മനോഹരമായ അന്തരീക്ഷം എന്നറിയാം. അണക്കെട്ട് മുതൽ കക്കയം വരെ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയിലൂടെയുള്ള ബോട്ട് യാത്ര, മലബാർ വന്യജീവി സങ്കേതം, പെരുവണ്ണാമൂഴി ഇക്കോ ടൂറിസം കേന്ദ്രം, മുതല വളർത്തു കേന്ദ്രം, റിസർവെയറിലുള്ള മത്സ്യകൃഷി, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ശുചീകരണ പ്ലാന്റ് എന്നിങ്ങനെ നിരവധി കാഴ്ചകളാണ് പെരുവണ്ണാമൂഴിയിലുള്ളത്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പെരുവണ്ണാമൂഴി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പുഴ കുറ്റ്യാടി പുഴയാണ്. ഈ കുറ്റ്യാടി പുഴക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിൽ വിശ്രമിക്കാനോ ട്രക്കിംഗ് നടത്താനോ അല്ലെങ്കിൽ വന്യജീവികളെ പര്യവേക്ഷണം ചെയ്യാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും പെരുവണ്ണാമൂഴി അണക്കെട്ട് മികച്ച ഒരു അനുഭവം തന്നെ ആയിരിക്കും. ചുറ്റിലും പശ്ചിമഘട്ട മലനിരകൾ, അതിൽ ഇങ്ങനെ തലചായ്ച്ച് കിടക്കുന്ന പോലെ തോന്നും ഈ പെരുവണ്ണാമൂഴി അണക്കെട്ടും ഈ മനോഹരമായ സ്ഥലവും. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇടയ്ക്ക് ഇത്തരം മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഊർജം തന്നെ കിട്ടും. പെരുവണ്ണാമൂഴി അണക്കെട്ട് പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ആകർഷകമായ സ്ഥലമാണ്. ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ കാഴ്ചകളും നിറഞ്ഞ പെരുവണ്ണാമൂഴി അണക്കെട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മാറി പ്രിയപ്പെട്ടവരുടെ കൂടെ ചെലവഴിക്കാനും സന്തോഷിക്കാനും പറ്റിയ ഒരിടം തന്നെയാണ്. കക്കയം വരെ നീണ്ടു നിൽക്കുന്ന ഈ ജലസംഭരണികളും പുഴകളും ഇനിയും കാണാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു വരേണ്ട മൂഡിലാണ്. വരുന്നതിന് മുമ്പ് എല്ലാവരും നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും എബവ് 60 ഉള്ളവരാണ്. ഇത് മധുശ്രീയുടെ മകളും ഭർത്താവുമാണ്. അവരാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടികൾ. എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ഈ പെരുവണ്ണാമൂഴി സന്ദർശിക്കേണ്ടതാണ്. ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ട് കണ്ടില്ലേ? അതിലൂടെ വേണം താഴെ ഇറങ്ങാൻ. തിരിച്ചു വരുമ്പോൾ കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്റ്റ് സാലിയൻ ഫീച്ചേഴ്സ് എന്നൊക്കെ എഴുതി വെച്ച വലിയ മഞ്ഞ നിറത്തിലുള്ള ബോർഡ് കണ്ടു. അങ്ങനെ എല്ലാവരും തിരിച്ച് ഇനി ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. വീണ്ടും നമ്മൾ പൂന്തോട്ടത്തിന് നടുവിലെത്തി. പൂക്കളെയൊക്കെ കണ്ട് സന്തോഷമായി എല്ലാവരും തിരിച്ച് ഇനി വാനിലേക്ക് നടക്കുകയാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് നിന്ന് അവിടെയുള്ള കുട്ടികളുടെ പാർക്കൊക്കെ ഷൂട്ട് ചെയ്തു. എല്ലാ സൗകര്യവുമുള്ള നല്ലൊരു പാർക്ക്. കുട്ടികൾക്കിവിടെ വിസിറ്റേഴ്സിന് കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഓടിച്ചാടി കളിക്കാൻ പറ്റിയ നല്ലൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പോട്ടായി ഈ ഒരു ഷോപ്പും കൂടി കണ്ടു. സ്റ്റാർസ്
ഹണി മ്യൂസിയം. വയനാട്ടിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് എന്തായാലും ഒരു ഹണി മ്യൂസിയം കാണാം. നമ്മൾ ടൗണിൽ നിന്ന് വരുന്നവർക്ക് നല്ല ഒറിജിനൽ തേൻ കിട്ടും എന്നാണ് ഇവരുടെ വെപ്പ്. എൻ്റെ കൂടെയുള്ള ചില സുഹൃത്തുക്കളൊക്കെ അവിടെ ചെന്ന് നല്ല തരം തേൻ വാങ്ങി. പിന്നെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്കതും വാങ്ങാം. അങ്ങനെ ഈ യാത്ര, ഈ പെരുവണ്ണാമൊഴിയിലേക്കുള്ള ഈ യാത്ര നമ്മൾ തൽക്കാലം നിർത്തുന്നു. അങ്ങനെ ഇത് ജ്യോതിയും പ്രീതിയും അടുത്തിരുന്ന് അവർ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. എന്തായാലും ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. പ്രീത ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഇനി നമ്മൾ അടുത്ത യാത്ര പോകാം ഫ്രണ്ട്സ്. മറ്റൊരു വീഡിയോ, അതായത് തോണിക്കടവ്, ജാനകി കാട്, ഇവിടെയെല്ലാം പോകാനുണ്ട്. നമ്മുടെ വാൻ ഡ്രൈവർ സന്തോഷ് കുമാർ അടുത്ത യാത്രയ്ക്ക് നമ്മളെയും പ്രതീക്ഷിച്ച് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത യാത്ര തുടങ്ങാം.